നേരത്തെ രാവിലെ മുതൽ തന്നെ നമ്മളോട് അവിടുത്തെ വിവരങ്ങൾ നൽകുന്ന ശ്രീ രഞ്ജൻ ജയചന്ദ്രൻ അവിടെ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് കാഠ്മണ്ഡുവിൽ നിന്ന്. ശ്രീ രഞ്ജൻ ജയചന്ദ്രൻ, ഒരു കലാപം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഔദ്യോഗിക വസതികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളൊക്കെ കത്തിക്കുന്ന തരത്തിലേക്ക് പ്രക്ഷോഭത്തിന്റെ സ്വഭാവം മാറുന്നുണ്ട്. എന്തെങ്കിലും അനുരഞ്ജനത്തിന്റെയോ സമവായത്തിന്റെയോ ഈ പ്രശ്നപരിഹാരത്തിന്റെയോ സാധ്യതകൾ സർക്കാർ തലത്തിലുണ്ടോ? ഇപ്പോൾ ഈ മന്ത്രിസഭ രാജിവെച്ചാൽ, അവിടുത്തെ സർക്കാർ രാജിവെച്ചാൽ, പ്രധാനമന്ത്രി രാജിവെച്ചാൽ ഒക്കെ പ്രശ്നത്തിന് ഒരു പക്ഷേ താൽക്കാലികമായെങ്കിലും പരിഹാരമുണ്ടാകും. ആ നിലയ്ക്കുള്ള എന്തെങ്കിലും ചർച്ചകളുണ്ടോ? ഈ പ്രധാനമന്ത്രി രാജിവെച്ചാൽ തീരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഇതൊരു മൊത്തം സിസ്റ്റം മാറ്റണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇവിടെ കത്തിക്കുന്ന വീടുകൾ, ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നേരത്തെ മുതൽ അലിഗേഷൻ അല്ലെങ്കിൽ നേരത്തെ മുതൽ ആരോപണമുള്ള വീടുകളും അല്ലെങ്കിൽ ബിൽഡിങ്സും മാളുകളും ഒക്കെയാണ്. അത് ഈ രാഷ്ട്രീയക്കാർക്ക് അവരുടെ ബിനാമികളുടെയും ആണ് എന്ന് പറയപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഇവർ ഈ കത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രധാനമന്ത്രിയുടെ വീട് ഇവര് വളഞ്ഞിരിക്കുകയാണ്. എയർപോർട്ടും ഇപ്പം മിലിറ്ററി ഏറ്റെടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെയും മിനിസ്റ്റേഴ്സിന്റെയും വീടുകളിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ പറന്ന്, മിനിസ്റ്റേഴ്സിന്റെ വീടുകളിൽ നിന്ന് ഹെലികോപ്റ്റർ ഇപ്പം പ്രധാനമന്ത്രി വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അവിടുന്ന് ഒരുപക്ഷെ എയർപോർട്ടിലോട്ട് പോകാനായിരിക്കാം. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ ഇതിൽ പ്രചരിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. ഇതില് ശ്രീ രഞ്ജൻ, ഇതിൽ അവിടുത്തെ സൈന്യത്തിന്റെ നിലപാട് എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. സൈന്യം സർക്കാരിനൊപ്പം നിൽക്കുന്നുണ്ട്. എത്ര സമയം സൈന്യത്തിന് അങ്ങനെ സർക്കാരിനെ പിന്തുണച്ച് നിൽക്കാൻ കഴിയുമെന്നത് പ്രധാനപ്പെട്ട സൈന്യത്തിൻ്റെത് ഇതുവരെ നമുക്ക് പുറത്തങ്ങനെ അവരുടെ പക്ഷം ഏതാണെന്ന് നമുക്ക് അറിയുന്ന പോലെ ആയിട്ടില്ല. പക്ഷെ പോലീസ് മേധാവി, കാഠ്മണ്ഡു മെട്രോപൊളിറ്റൻ പോലീസ് മേധാവി രാജിവെച്ചിട്ടുണ്ട് അയാളുടെ ജോലിയിൽ നിന്ന്. അപ്പം എനിക്ക് തോന്നുന്നു പോലീസിന് അതിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഇതിലോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കാം. അല്ല, ഇപ്പൊ ഈ പ്രക്ഷോഭകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ കേന്ദ്രീകരിക്കണമെങ്കിലോ, ഇപ്പോൾ സർക്കാർ രാജിവെക്കുക അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 10 ആവശ്യങ്ങൾ അത് കുറച്ച് എന്താ പറയാ, കുറച്ചൊരു ലോങ് ടേം ആവശ്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കറപ്ഷൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ളത് അതിപ്പോ ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ 2 ദിവസം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല. ഈ 2 ദിവസം ഈ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം കാരണം വന്നതാണ് അത്. പക്ഷെ ഇവര് KP ഓലിയൊക്കെ ഭയങ്കര ഹൈലി കറപ്റ്റഡ് ആണ്. അപ്പം ഓലി രാജിവെക്കുക അല്ലെങ്കിൽ ഓലി രാജ്യം വിടുന്നതോടെ ഒരു പക്ഷെ ഇവിടെ രക്ഷാവസ്ഥ ഉണ്ടായേക്കാം. അല്ല, ഇതിൽ ശ്രീ രഞ്ജൻ, ഇതിലൊരു കൗതുകമുള്ളത്, ഇപ്പോൾ KP ശർമ്മ ഓലി ഈ പൊളിറ്റിക്കൽ അസൈലം ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തേടാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത് UAE-യിലാണ്. അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ഇന്ത്യയും ചൈനയും തൊട്ടടുത്തുണ്ട്. ഇന്ത്യയും ചൈനയുമായി നേപ്പാളിന് ഒരേപോലെ ബന്ധവുമുണ്ട്. ആ നിലയിൽ ഈ 2 രാജ്യങ്ങൾ അടുത്തുണ്ട്, ബന്ധമുള്ള. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയും ചൈനയും ഓപ്റ്റ് ചെയ്യാതെ UAE എന്നൊരു ഓപ്ഷൻ സ്വീകരിച്ചത്? എന്തെങ്കിലും വിവരമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും, അതായത് നേപ്പാൾ ഉണ്ടായത് മുതലുള്ള എല്ലാ കാര്യങ്ങളിലും ഭയങ്കര വ്യക്തമായ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാജ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ. അപ്പം ഇന്ത്യൻ എംബസിയാണ് ഇവിടുത്തെ കാഠ്മണ്ഡുവിലെ ഏറ്റവും വലിയ എംബസിയും ഏറ്റവും കൂടുതൽ ഒരു ആൾക്കാരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു എംബസിയാണ് ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. ഭയങ്കര ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഇന്ത്യൻ എംബസി അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ എംബസി ഇവിടെ വ്യക്തമായ ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടാവും ഈ കാര്യത്തിൽ. KP ശർമ്മ ഒലിക്ക് ഇന്ത്യയിൽ അഭയം കൊടുക്കരുതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ പേര് വരാത്തത്. കാരണം ഇന്ത്യൻ ജനത ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 25 ലക്ഷത്തോളം ജനങ്ങളുണ്ട് ഇന്ത്യക്കാർ. അപ്പം ഇന്ത്യക്കെതിരെ ആ പ്രക്ഷോഭം തിരിയരുത് എന്നുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സ്റ്റാൻഡ് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പേര് ഇതിനകത്ത് ഇല്ലാത്തത്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ആദ്യം ആഗ്രഹിച്ചത് ഒരിക്കലും ഇയാൾ ഇന്ത്യയിലോട്ട് പോകരുത് എന്നാണ്. കാരണം ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് നമ്മളോട് ശത്രുതാ മനോഭാവം തോന്നാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി. ഏതായാലും അവിടുത്തെ നീക്കങ്ങൾ, ഇപ്പോൾ താങ്കളൊക്കെ കാഠ്മണ്ഡുവിൽ സുരക്ഷിതമായി ഒരു സ്ഥലത്തുണ്ടല്ലോ അല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ഇന്ത്യൻ എംബസിനടുത്താണ് ഞാനൊക്കെ താമസിക്കുന്നത്. അപ്പം ഇവിടെ സുരക്ഷിതമാണ് തൽക്കാലം. താങ്കളെ വീണ്ടും ഇടയ്ക്ക് ഞങ്ങൾ അവിടുത്തെ പുതിയ ഡെവലപ്മെന്റ്സിനനുസരിച്ച് താങ്കളെ ഞങ്ങൾ ബന്ധപ്പെടും. ഏറ്റവും അവിടെ നിന്നൊരു പക്ഷേ തത്സമയ വിവരങ്ങൾ എന്ന മട്ടിൽ തന്നെ താങ്കൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.